വയനാട് ദുരന്തത്തിൽ ഇതുവരെ ജീവൻ പൊലിഞ്ഞത് 305 പേർക്കാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലുമായി 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട്. മുണ്ടക്കൈയും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും 6 സോണുകളായി തിരിച്ചുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. സൈന്യം, NDRF, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവർ സംയുക്തമായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്. പന്തീരങ്കാവ്, ബേപ്പൂർ മേഖലകളിലും പരിശോധനയുണ്ട്. ചൂരൽമലയിൽ നിന്നും ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിനിടെ ചൂരൽമലയ്ക്ക് സമീപം പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടു പോയ 4 പേരെ രക്ഷപ്പെടുത്തി. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവരാണ് ഇവർ. സൈന്യമാണ് രക്ഷിച്ചത്. CV അനുമോദ് ചേരുന്നു. ആദ്യം അത് വെള്ളാർമല വില്ലേജ് റോഡിൽ നിന്നാണ് അനുമോദ് ചേരുന്നത്. അനുമോദ്, ഈ വെള്ളാർമല വില്ലേജ് റോഡിൽ വലിയ തോതിൽ രക്ഷാദൗത്യം നടത്തേണ്ട ഒരു സ്ഥലമാണ്. കുറ്റൻ മരക്കഷ്ണങ്ങൾ, തടികൾ അപ്പാടെ, മരമപ്പാടെ തന്നെ വന്ന് വീണ് കിടക്കുന്നു. ചില്ലറ JCBകളുടെ സാന്നിധ്യം പോരാ എന്ന് തോന്നുന്നു. അത്രമാത്രം ബാധിതമായിട്ടുള്ളൊരു പ്രദേശം. അവിടെ രക്ഷാദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്ന് മൃതദേഹങ്ങൾ എന്തെങ്കിലും ആ ഭാഗത്ത് കണ്ടെത്തിയോ? എൽദോ, വെള്ളാർമല വില്ലേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും മണ്ണുമാണ് കൂടുതൽ ഭീഷണി നാശം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ തെരച്ചിൽ. 2 കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, ഈ തെരച്ചിലിന്റെ ഇതുവരെയുള്ള വിശദാംശങ്ങളാണ്. രണ്ടാമതായിട്ട് ഈ ഒരു ദുരന്തത്തെ നേരിൽ കണ്ട് അതിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട അഷ്റഫ് എന്ന വ്യക്തി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അദ്ദേഹത്തിലേക്ക് പോകാം. ശ്രീ അഷ്റഫ്, അങ്ങയുടെ വീട് ഇവിടെയാണല്ലോ അല്ലേ? അതെ, എന്റെ പുറകിലാണ് വീട് വരുന്നത്. വീട്ടില് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനന്ന് ഇങ്ങനെ ഒരു വീടിൻ്റെ അകത്ത് നിന്നില്ലായിരുന്നു. കാരണം ഇവിടെ വെള്ളത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ താമസം എൻ്റെ ഒരു ടൗണിലൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ മുകളിലേക്ക് കയറിയായിരുന്നു, ചൂരമല ടൗണിൽ. അവിടെ സേഫായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. അവിടെ കഴിഞ്ഞ 19-ലൊന്നും അങ്ങനെ ഒരു പ്രശ്നം കണ്ടില്ലായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൻ്റെ മുകളിൽ അന്ന് രാത്രി കിടക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മളെ വലിയൊരു ഇരമ്പൽ പോലത്തെ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ പുറത്തോട്ട് ശ്രദ്ധിക്കുന്നത്, ഷട്ടർ പൊക്കിയിട്ട് പുറത്തോട്ട് നോക്കുന്നത്. എൻ്റെ മുന്നിൽ കാണുന്നത് വലിയ പാറക്കൂട്ടങ്ങളും വലിയ മരങ്ങളും എല്ലാം പൊട്ടി ഒഴുകി വരുന്ന പാലത്തിൻ്റെ മുകളിലൂടെ കാണുന്നതാണ്. എൻ്റെ എല്ലാ സകല നിയന്ത്രണങ്ങളും വിട്ടു. ഞാൻ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ മോനുണ്ടായിരുന്നു. അവരെ എങ്ങനെ രക്ഷിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് എങ്ങനെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അങ്ങനെയായിരുന്നു ഞാൻ അവിടുന്ന്. സുരക്ഷിതരല്ലേ? അവർ സുരക്ഷിതരാണ്. ഇപ്പോൾ ക്യാമ്പിലുണ്ട്, ആർപ്പറ്റ ഹൈസ്കൂൾ ക്യാമ്പിലുണ്ട്. അങ്ങ് സുരക്ഷിതരാണല്ലോ? പിന്നെ സുരക്ഷിതരാണ്. പക്ഷെ വീടും കടയൊക്കെ നശിച്ചുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മളൊരു ആയുഷ്കാലം മുഴുവൻ നമ്മൾ ഇങ്ങനെയൊക്കെ ഈ വയസ്സ് വരെയൊക്കെ ചെയ്തത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വലിയ പ്രശ്നത്തിൽ തന്നെയാണ്. ജീവൻ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. ഈ ജീവൻ തിരിച്ചു കിട്ടിയ ആ ഒരു ആത്മവിശ്വാസത്തിലാണ്. ബാക്കിയെല്ലാം നഷ്ടത്തിൽ തന്നെയാണ്. നമുക്ക് ഉണ്ടായിരുന്ന എല്ലാം നഷ്ടത്തിലാണ് പോയി. പ്രതീക്ഷ സർക്കാരിലാണല്ലേ? അതെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. വേദന മനസ്സിലാക്കുന്നു. ഞങ്ങളും അങ്ങയുടെ കൂടെ തന്നെ ഉണ്ട്. ഈ നാട് ഒന്നാകെ നിങ്ങളെയൊക്കെ വിഷമത്തിൽ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോകില്ല എന്ന ഉറപ്പ് ഈ ഒരു നാട് തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എൽദോ, അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇത് അഷ്റഫിക്കയുടെ മാത്രം അവസ്ഥയല്ല. ഇവിടുന്ന് രക്ഷപ്പെട്ട നിരവധി പേർക്ക് ഇത് തന്നെയാണ്, ഈ ഒരു വികാരം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. കാരണം ഞാൻ നിൽക്കുന്ന ഈ ഒരു മേഖലയിലെ ആളുകളൊക്കെ ഈ ഒരു വെള്ളം പൊങ്ങുന്നത് കണ്ട് സുരക്ഷിത മേഖലയിലേക്ക് മാറിയവരാണ്. അതുകൊണ്ട് ആണ് അവർക്ക് ജീവൻ രക്ഷപ്പെടുത്താനായത്. പക്ഷേ ഈ ഒരു മേഖല ഇനി വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമുക്ക് ഓരോ വീട്ടിലും വെള്ളം കയറിയതിൻ്റെ അടയാളങ്ങൾ കാണാം. ഇവിടെയൊക്കെ ഇനി എങ്ങനെ കഴിയുമെന്ന ചോദ്യമാണ് ഈ പ്രദേശവാസികളൊക്കെ ഉന്നയിക്കുന്നത്. ഈ ഒരു മേഖലയുടെ ഭൂപടമാകെ അല്ലെങ്കിൽ ഭൂഘടനയാകെ മാറിപ്പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ഇവിടുത്തെ ഈ ദൃശ്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പിന്നിലൂടെ ഒഴുകുന്ന ഒരു തോട് കാണാം. ഈ തോടിൻ്റെ അടുത്ത് ഒരു പാലം, ഈ പാലത്തിൻ്റെ അടിയിലൂടെയായിരുന്നു ശരിക്കും തോട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനപ്പുറത്താണ് ഇപ്പോൾ മറ്റൊരു കൈവഴിയായിട്ട് തോടുള്ളത്. നിങ്ങൾ ഇവിടുത്തെ അല്ലേ? തോടിൻ്റെ അവസ്ഥ മാറി. അവിടെ പുഴയൊക്കെ ഇപ്പോൾ നമ്മളെ സ്ഥലത്ത് കൂടെ കയറിപ്പോയി, ഗതി മാറിപ്പോയി. അവിടെ നമ്മളെ വീടുണ്ടായിരുന്നു,
തലേന്ന് തന്നെ നമ്മൾ മാറിയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ വീട് മൊത്തം പോയി, ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. എവിടെയായിരുന്നു വീടുണ്ടായിരുന്നു? അതന്നെ നമ്മളെ വീടാ ആ കാണുന്നത്. അവിടുന്ന് അത്യാവശ്യം ബോഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുക ആരെയും കിട്ടുമെന്ന് വെച്ചിട്ട്. അത് അറിഞ്ഞ് പിറ്റേ ദിവസം വന്നപ്പോഴാണോ? അല്ല, നമ്മൾ തലേന്ന് വെള്ളം കയറിയിരുന്നു. അതുകൊണ്ട് മുന്നറിയിപ്പൊന്നും കിട്ടിയിട്ടുണ്ടായില്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. വെള്ളം കയറിയോണ്ട് നമ്മൾ മാറി താമസിച്ചുകൊണ്ട് നമ്മൾ കഴിച്ചില്ല, മാറി. പകല് വന്ന് പിന്നെ ഇവരൊക്കെ സേഫ് അല്ലേ? എല്ലാവരും സേഫാണ്. പക്ഷെ ഇപ്പോൾ വന്ന് നോക്കുമ്പോഴാണ് ഈ അവസ്ഥ. വീടിനടുത്ത് എന്തെങ്കിലും അടയാളങ്ങളൊന്നും വീടിന് അടയാളം പോലും ഇല്ല. ഒരു 10,000-2000 മരങ്ങൾ വന്ന് ഉള്ള കവർ ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ ജീവൻ തന്നെ രക്ഷപ്പെട്ടൊരു ഭാഗ്യത്തിലാണ്. എൻ്റെ പേര് അമൽ. അതാണ് ഇത്തരത്തിലുള്ളൊരു രക്ഷപ്പെടലിന്റെ കഥ ആണ്, അല്ലെങ്കിൽ ഇത് മാത്രമാണ് ഇവർക്ക് ആശ്വാസം നൽകുന്ന കാര്യമായിട്ട് പങ്കുവെക്കാനുള്ളത്.